ഗുഡ് മോർണിംഗ് പ്രദീപ്. ഇപ്പോൾ ഈ പ്രദീപ് ഈ ദാൽ തടാകത്തിന്റെ സമീപം നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2006 മോഹൻലാൽ നായകനെ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ കീർത്തിചക്ര എന്ന സിനിമയിൽ മനോഹരമായ ഒരു ഗാനമുണ്ട്. അതിന്റെ വരികളാണ് അത്. ദാൽ തടാകത്തിൽ വെച്ച് തന്നെ ചിത്രീകരിച്ച ഗാനം കൂടിയാണ്. ഹുദാസെ മന്നത്ത് ഹോ മേരി ലോട്ടാതെ ജന്നത്ത് ഓ മേരി വോ അമൻ വോ ചമൻ കാ നസാര ലോട്ടാതെ വോ ഹുദായ ലോട്ടാതെ കശ്മീർ ദുവാര. അതായത് ഈ ആളുകളുടെ ഈ പറച്ചിലും അവരുടെ സന്തോഷമോ കാണുമ്പോൾ ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചിരുന്ന കാര്യം നടന്നിരിക്കുന്നു. അവർക്ക് മനോഹരമായ കാശ്മീർ തിരികെ ലഭിച്ചിരിക്കുന്നു. 3 പതിറ്റാണ്ടിന് ശേഷം മനോഹരമായ ആ ഗാനത്തിന്റെ വരികൾ തീർച്ചയായും അത് വളരെ സന്തോഷമുള്ള കാഴ്ചയാണ്. एंकर है रंजित रामचंद्रन, वो स्टूडियो में है, बता रहा है कि मलयालम में एक सुपरहिट मूवी था कीर्ति चक्र करके, उसमें ऐसा ही गाना है, यहाँ दल में ही शूट किया था. वो हिंदी भी है, लौटा दे जन्नत, खुदा लौटा दे जन्नत. जन्नत तो लोटी है, जन्नत में टूरिस्ट भी लौट गया. अच्छा കേട്ടോ. അപ്പോ സ്വർഗവും തിരിച്ചു തന്നു, അതിനൊപ്പം വിനോദസഞ്ചാരികളെയും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാഴ്ച. ഇന്ന് രാവിലത്തെ നമ്മുടെ പ്രഭാത കേരളത്തിന് പ്രേക്ഷകർക്ക് നൽകാനുള്ള ഏറ്റവും മനോഹരവും സന്തോഷകരവും ആയ കാഴ്ചയും വിശേഷവും വാർത്തയും അത് തന്നെയാണ്. കശ്മീർ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ടൂറിസം തിരിച്ചു വന്നിരിക്കുന്നു. ധൈര്യമായി ഇനി മലയാളികൾക്ക് കശ്മീരിലേക്ക് പോകാം, സൗന്ദര്യം ആസ്വദിക്കാം. നമുക്ക് എൻ്റെ ജോലിയിലേക്ക് ഞാൻ കടക്കുകയാണ്. പത്രവിശേഷത്തിലേക്ക്, പത്രം 18ലേക്ക് സ്വാഗതം. പത്രം 18 നമ്മൾ ആദ്യം പോകുന്നത് കേരള കൗമുദിയുടെ ഒരു വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ മാസ്ക് നിർബന്ധമാക്കി എന്നുള്ളതാണ്. കാരണം ബ്രഹ്മപുരം കഴിഞ്ഞ 10 ദിവസമായി പുകയുകയാണ്. ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ മാസ്ക് നിർബന്ധമാക്കി എന്ന പ്രധാനപ്പെട്ട വാർത്ത കേരള കൗമുദി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത ചിത്രം സഹിതം നൽകിയിരിക്കുന്നത് ജനകീയ പ്രതിരോധ യാത്രയിൽ നയിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തുമ്പോൾ മൈക്ക് ശരിയാക്കുന്ന ഒരു ചിത്രമാണ്. അടുത്തിരിക്കുന്ന ബിജുവും മന്ത്രി VN വാസവനും സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വാസവൻ ഈ ഒരു പരിപാടി നടന്നപ്പോൾ ഈ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മൈക്ക് ശരിയാക്കാൻ വന്ന മൈക്ക് ഓപ്പറേറ്റർ ശകാരിക്കുന്ന ഒരു സംഭവം, ഒരു വാർത്ത, അത് വലിയ വാർത്തയായിരുന്നു. അതിനെ തുടർന്ന് ആരും ഒരുപക്ഷെ സഹായിക്കാൻ വന്നില്ലായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തന്നെത്താനെ ആ മൈക്ക് ശരിയാക്കേണ്ടി വന്നത് എന്ന് നമുക്ക് ആ ചിത്രത്തിൽ നിന്നും വ്യാഖ്യാനിക്കാം. കേരള കൗമുദിയുടെ മറ്റൊരു വാർത്ത വിവാദത്തിൽ കത്ത് വിവാദം, അതായത് അച്ചടക്ക നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് K മുരളീധരനെതിരെ KPCC ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് മിണ്ടാൻ പാടില്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം നിർത്താം എന്ന മുരളീധരന്റെ മറുപടിയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടായി, പ്രധാന വാർത്തയായി കേരള കൗമുദി മറ്റൊന്നായി നൽകിയിരിക്കുന്നത്. മനോരമയിലേക്ക് വന്നാൽ US ബാങ്ക് ടെക് നിക്ഷേപകർക്ക് ഞെട്ടൽ, US ബാങ്ക് തകർന്നു എന്നുള്ളതാണ്. സിലിക്കൺ വാലി ബാങ്ക് അത് നമ്മുടെ പുതിയ സ്റ്റാർട്ടപ്പുകളടക്കം ആശ്രയിക്കുന്ന ബാങ്കാണ്. നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് അവിടെ നിക്ഷേപമുണ്ട് എന്ന് പറയപ്പെടുന്നു. അവർക്കടക്കം വലിയ പ്രതിസന്ധി ആയിരിക്കുകയാണ് ഈ സിലിക്കൺ വാലി ബാങ്കിന്റെ തകർച്ച. അത് തകരാനുള്ള സാഹചര്യം എങ്ങനെ എന്നതടക്കം മനോരമ തങ്ങളുടെ മുൻപേജിലെ വാർത്തയിൽ ഗൗരവമായി തന്നെ കൊടുത്തിരിക്കുന്നു. മനോരമയുടെ മറ്റൊരു വാർത്ത, മൈസൂരു ബംഗളൂരു യാത്രയ്ക്ക് ഇനി 75 മിനിറ്റ് മാത്രമാണ് ദൈർഘ്യം. കാരണം 118 കിലോമീറ്റർ അതിവേഗ പാത ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. 8172 കോടി ചിലവിട്ട പദ്ധതിയാണിത്. നമുക്ക് കേരളത്തിലേക്ക് വരാനും ഏതാണ്ട് 1.5 മണിക്കൂർ, ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരാനും 1-2 മണിക്കൂർ കുറവുണ്ടാകും എന്ന് ഈ വാർത്തയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ ചിത്രം സഹിതമാണ് ആ വാർത്ത മനോരമ നൽകിയിരിക്കുന്നത്. മനോരമയുടെ മറ്റൊരു വാർത്ത, ഈ ലഹരി പരിശോധനകൾക്ക് ചെക്ക് പോസ്റ്റുകളിൽ ആളില്ല എന്നുള്ളതാണ്. ഈ CIമാർ അബ്കാരി നയത്തിന്റെ തിരക്കിലായതുകൊണ്ട്, മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഡ്യൂട്ടിയിലായതുകൊണ്ട് ഈ അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് വല്ലാതെ വർദ്ധിക്കുന്നു. സെൻസിറ്റീവ് ചെക്ക് പോസ്റ്റുകളായി കരുതപ്പെടുന്ന വാളയാറിലും അമരവിളയിലും മറ്റും പരിശോധനയ്ക്ക് ആളുകളില്ല എന്നുള്ള ഗൗരവതരമായ ഒരു വാർത്ത അതിന്റെ പ്രാധാന്യത്തോടെ മനോരമ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമിയിലേതാണ്. അത് ബ്രഹ്മപുരം പ്ലാന്റ് ശാസ്ത്രീയമല്ല എന്നുള്ള വാർത്ത നൽകുന്നു. അത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തലാണ്, അവരുടെ കണ്ടെത്തലാണ്. അവിടെ ആ തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ, നിരവധിയായ വിഷയങ്ങൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്ന മാതൃഭൂമിയുടെ മുൻപേജിലെ വാർത്തയാണ്. മറ്റൊന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്നത്, കേസ് കൊടുക്കാനോ മുഖ്യമന്ത്രിക്ക് വേറെ പണിയുണ്ട് എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലാണ്. കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല, വേറെ ഒരുപാട് ജോലിയുള്ള ആളാണ് മുഖ്യമന്ത്രി. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളെ അർഹിച്ച അവഗണനയോടെ തള്ളുന്നു എന്ന MV ഗോവിന്ദന്റെ പരാമർശം നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിൽ മറ്റൊരു വാർത്ത, ഈ രാഘവനിലും മുരളീധരനിലും അതൃപ്തി, KPCC ഹൈക്കമാൻഡിനെ ആ വിഷയം അറിയിച്ചു എന്നുള്ളതാണ്. ഇത് ഹൈക്കമാൻഡ് ഏത് തരത്തിൽ ഇതിലോട് പ്രതികരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന കാര്യമൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.
മംഗളത്തിൽ വളരെ രസകരമായ ഒരു വാർത്ത. പലപ്പോഴും മംഗളം പത്രത്തിന്റെ മുൻപേജിലും ഉൾപേജിലുമൊക്കെ രസകരമായ കൗതുകകരമായ വാർത്തകൾ ഉണ്ടാകും. അതിലൊന്ന് 35 വർഷത്തിന് ശേഷം കരിമണ്ണൂർ എന്ന പ്രദേശത്ത് 10ാം ക്ലാസ്സിൽ പഠിച്ചവർ ഒത്തുചേർന്നു. അതിനെ തുടർന്ന് നേരത്തെ പ്രേമിച്ചിരുന്ന 2 പേർ അവരുടെ പ്രേമബന്ധം പുതുക്കുകയും അവർ ഒളിച്ചോടുകയും ചെയ്തു എന്നുള്ളതാണ്. 50 വയസ്സുകാരിയും 3 മക്കളുടെ അമ്മയുമായ വീട്ടമ്മയാണ് പഴയ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയത് എന്ന രസകരമായ ഒരു വാർത്ത മംഗളത്തിന്റെ കോട്ടയം എഡിഷനിൽ അവർ നൽകിയിട്ടുണ്ട്. അത് മറ്റു പത്രങ്ങളിലൊന്നും ആ വാർത്ത ഇന്ന് കണ്ടില്ല. ഈ വീക്ഷണം ഇന്നലത്തെ പ്രധാന വാർത്ത നൽകിയിരിക്കുന്ന ഇന്നലത്തെ MV ഗോവിന്ദന്റെ പരാമർശമാണ്. അതിനെ തുടർന്നുള്ള കെ സുധാകരൻ KPCC അധ്യക്ഷന്റെ മറുപടിയാണ്. പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയെ വെട്ടിലാക്കി എന്നുള്ളതാണ് തലക്കെട്ട്. കാരണം സുധാകരൻ പറഞ്ഞിരിക്കുന്നത് 1000 വട്ടം വേണ്ട 1 വട്ടമെങ്കിലും കേസ് കൊടുക്കുമോ സ്വപ്ന സുരേഷിനെതിരെ എന്ന സുധാകരന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ജനയുഗത്തിന് അതേസമയം പ്രധാന വാർത്ത അവരുടെ എഡിറ്റോറിയൽ പേജിലുള്ളത് ത്രിപുര ഇപ്പോൾ തീപ്പുരയാണ് എന്ന ബിനോയ് വിശ്വത്തിന്റെ എഡിറ്റോറിയൽ പേജിലെ എഴുത്താണ്. ത്രിപുരയിൽ സന്ദർശിച്ച ശേഷം ത്രിപുരയുടെ അവസ്ഥ വിവരിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ ലേഖനം ബിനോയ് വിശ്വം നൽകിയിരിക്കുന്നു. ജന്മഭൂമിയിൽ ഈ പാർട്ടിയുടെ ജനകീയ പ്രതിരോധ യാത്രയിൽ MV ഗോവിന്ദന്റെ യാത്രയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമില്ല എന്നുള്ള വാർത്ത അവർ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. കാരണം ഈ പാർട്ടിയെ പ്രതിരോധിക്കുന്നതിൽ MV ഗോവിന്ദനും സംഘാംഗങ്ങളും മാത്രമാണുള്ളത്. സാധാരണയായി മുഖ്യമന്ത്രിയുടെ ചിത്രം പലപ്പോഴും വേണ്ടതാണ്. പക്ഷേ നമുക്ക് ഈ ചിത്രം അടക്കമാണ് അദ്ദേഹത്തിന്റെ യാത്രകളിലെ ചിത്രങ്ങളിലൊന്നും പോസ്റ്ററുകളിലൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടമില്ല എന്ന ജന്മഭൂമിയുടെ വാർത്തയും വളരെ പ്രാധാന്യമുള്ളതാണ്. മറ്റൊന്ന് ദ ഹിന്ദുവിലേക്ക് പോയാൽ ദ കോട്ട് ടു റെസ്ക്യൂ ലോസ്റ്റ് ചൈൽഡ്ഹുഡ്സ്, അതായത് ഈ ഇഷ്ടിക കളങ്ങളിലും മറ്റും പണിയെടുക്കുന്ന ഒരുപാട് കുട്ടികളുടെ 6 വയസ്സ് മുതലുള്ള കുട്ടികൾ രാജ്യത്തെ വിവിധ ഇഷ്ടിക കളങ്ങളിൽ പണിയെടുക്കുന്നു. അവരെ ആ തരത്തിൽ നിന്ന് പുറകോട്ട് വലിച്ച് വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു പോളിസി ഒഡീഷ പോലീസ് വർക്ക് ഓൺ ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ സ്ട്രിക്ചേഴ്സ് ടു എൻഷ്യൂർ ബ്രിക്ക് ഓണേഴ്സ് ഡു നോട്ട് എംപ്ലോയ് ചിൽഡ്രൻ ആൻഡ് എൻഷ്യൂർ എഡ്യൂക്കേഷൻ ഫോർ ദം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഒഡീഷ പോലീസ് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്ത ദ ഹിന്ദുവിൽ ഉണ്ട്. ഇതൊക്കെയാണ് പ്രദീപ് ഇന്നത്തെ പത്രത്തിലെ വാർത്ത. പത്രം ഒരുപാട് പറയുന്നില്ല, കാരണം നമുക്ക് ഇതുവരെ ആ ദാൽ തടാകത്തിന്റെ സൗന്ദര്യം കണ്ടങ്ങോട്ട് പൂർത്തിയായിട്ടില്ല. നമുക്ക് അതിലേക്ക് ഒന്നുകൂടി പോകാം. ബാക്ക് ടു പ്രദീപ്.